പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഡിസംബർ മാസത്തിന്റെ 16-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങ് വാഗ്ദാനം പൂർത്തിയാക്കിയല്ലോ. തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അന്ധകാരത്തിൽ ആണ്ടുപോയ ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ, അങ്ങയുടെ ആ തിരുപ്പിറവിയിലൂടെ പ്രകാശത്തിന്റെ ആ ഒരു നിറവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ ദൈവിക ഛായ പതിച്ച് ഞങ്ങളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഈ ക്രിസ്മസിലേക്ക് നടന്നു നീങ്ങുന്ന ഞങ്ങൾ അങ്ങയെ സ്വന്തമാക്കി കൂടുതൽ പ്രകാശിതരായിട്ട് മാറാനുള്ള കൃപ നൽകണമേ. ആമീൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ 16-ാം തീയതിയിൽ നമ്മൾ ധ്യാനിക്കുക പ്രത്യേകമായിട്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അതില് 9-ാം അധ്യായം. ഈ 9-ാം അധ്യായത്തിൽ ഒരു തിരുവചനം 1-2 വാക്യങ്ങൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു: അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരെയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് അന്ധകാരം, എന്താണ് ആ കൂരിരുള് എന്ന് പറയാ. തിന്മയുടെ ഒരു സാന്നിധ്യമാണ്. തിന്മയുടെ ആ സാന്നിധ്യത്തില് ദൈവത്തിന്റെ ഇടപെടല് അവിടെ ഇല്ല എന്നുള്ളതാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം, ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് അന്ധകാരത്തിൽ ആണ്ടുപോയ ജനത്തെ പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പറുദീസായിൽ നഷ്ടപ്പെട്ട ആ ദൈവിക ജീവൻ, ദൈവിക ഛായ വീണ്ടെടുക്കാൻ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ആ പുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി മാറ്റുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 7-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട് ഇമ്മാനുവേൽ പ്രവചനത്തെ കുറിച്ച്. അതിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അതിലൂടെ ഈ ദേശത്തുള്ള തിന്മകളൊക്കെ പൂർണ്ണമായും ഇല്ലാതാകും എന്നുകൂടി പറയുന്നുണ്ട്. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും ഒക്കെ അതുവഴി നമുക്ക് സാധിക്കുന്നു. അപ്പോ യഥാർത്ഥത്തില് ഇന്നത്തെ ഒരു സാഹചര്യം, ദൈവമായ കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമ്പോ ഈ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക. അന്ധകാരത്തിലും കൂരിലും കഴിഞ്ഞിരുന്ന ജനം പ്രകാശം കണ്ടു എന്ന് ആണ്. ഈ ക്രിസ്മസ് കാലഘട്ടം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തേക്ക് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിലാണ് അന്ധകാരം വ്യാപിച്ചിരിക്കുന്നത്? ദൈവവുമായിട്ടുള്ള ബന്ധത്തില്, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തില്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തില്, കൂദാശ ജീവിതത്തില്, അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളില്, നമ്മുടെ പെരുമാറ്റത്തില് നമ്മുടെ സാന്നിധ്യമൊക്കെ അനുഗ്രഹമായിട്ട് പ്രകാശമൊക്കെ ആയിട്ട് മാറുന്നുണ്ടോ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പരിശോധിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കൂടെ പ്രകാശം കടന്നു വരുമ്പോ അന്ധകാരമെല്ലാം കടന്നു പോകും. ഒരു പുണ്യം നമ്മളിൽ വളരുമ്പോ ഒരുപാട് എന്തെന്നാണ് പാപാവസ്ഥകള് നമ്മളെ വിട്ടുമാറിപ്പോകും. നമ്മൾ പ്രകാശപൂരിതരായിട്ട് മാറും. ഇന്ന് ഈ 16-ാം തീയതി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ നമുക്ക് നൽകുന്ന ആ പ്രവചനമാണ് ഈശോയില് പൂർത്തിയാകുന്നത്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരിഞ്ഞവരുടെ മേൽ പ്രകാശം ഉദിച്ചു എന്നുള്ളത്. ഈ പ്രകാശം നമ്മുടെ ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് പ്രാർത്ഥിക്കാം. വെളിച്ചത്തിൽ നടക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു പിൽഗ്രിമേജിലാണ്. നമുക്കറിയാം, ഈ ജൂബിലി വർഷം ദ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് പുൽക്കൂട് ലക്ഷ്യം വെച്ച് നീങ്ങുന്നവർ. അവിടെയാണ് സ്വർഗത്തിന്റെ അനുഭവം, അവിടെയാണ് ജീവന്റെ സമൃദ്ധി, അവിടെയാണ് യഥാർത്ഥത്തിലുള്ള പ്രകാശം, അവിടെയാണ് രാജാക്കന്മാർ, പൂജരാജാക്കന്മാർ വന്ന് ആ നക്ഷത്രം വന്ന് നിന്നത് ആ പുൽക്കൂട്ടിലാണ്. അവിടെ അതിന്റെ മുകളിലാണ്. അവിടെയാണ് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ അന്ധകാരമാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് വ്യാപിച്ചിരിക്കുകയാണ്, എൻ്റെ ജീവിതം നിരാശയാണ്, പ്രതീക്ഷ ഒന്നുമില്ലാത്ത അവസ്ഥകളൊക്കെ ആണെങ്കിലും ഈശോ കടന്നു വന്നു കഴിയുമ്പോൾ ആ മേഘങ്ങളെല്ലാം കടന്നുപോയി കരിനിഴൽ മാറി പ്രകാശപൂരിതമായിട്ട് മാറും. പ്രിയമുള്ളവരെ, രോഗാവസ്ഥകളായിരിക്കാം, അസ്വസ്ഥകളായിരിക്കാം എന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ കൂടെയായിരുന്നു. അപ്പൻ 2-3 ദിവസമൊക്കെ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. ആ നേരത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന കാര്യമേ ഉള്ളൂ: കർത്താവേ, എൻ്റെ ചാച്ചൻ ഒരു നല്ല സമാധാനത്തിലായിരിക്കണം. രോഗാവസ്ഥയായിരുന്നു, ICUലൊക്കെ ആയി. ഇപ്പോൾ ഈ ദിവസം ഇന്ന് ചാച്ചനെ പുറമെ കൊണ്ടുവന്നു.
കുറച്ച് ഉഷാറായി, രോഗാവസ്ഥയിൽ നിന്ന് കുറച്ച് മോചിതനായി. ഒരു വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു പ്രത്യാശയാണ്, സന്തോഷമാണ്. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയായിട്ടാണ് വീട്ടിൽ നിന്ന് ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ നീര് വെച്ച് അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായി. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കരഞ്ഞിട്ടാണ് അപ്പൻ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൻ കരയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, കർത്താവ് ഈശോ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ഈശോയുടെ കൂടെയാണ് പോണത്. ദൈവം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനാണ്. എല്ലാ അന്ധകാരത്തിലും എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലും ദൈവം കടന്നു വന്നുകൊണ്ട് പറയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകത്തില്. അതായത് മരുന്നോ ലേപനോ ഔഷധവുമല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി, നമ്മളെ വിമോചിപ്പിക്കാൻ വന്നവൻ, അന്ധകാരത്തിൽ കഴിഞ്ഞവരെ പ്രകാശത്തേക്ക് നയിക്കുന്ന കർത്താവ്, എന്റെയും നിന്റെയും ജീവിത സാഹചര്യങ്ങളില്, കുടുംബത്തില്, രോഗാവസ്ഥയില്, തകർച്ചയില്, തകർന്ന കുടുംബ ബന്ധങ്ങളില്, മക്കളുടെ ജീവിതത്തില്, ചുറ്റുപാടുകളില്, ഉപജീവന മാർഗങ്ങളില് അവിടുത്തെ ശക്തി പ്രകടമാകാനായിട്ട് കൂരിരുട്ടിൽ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം പ്രകാശം കാണണമെങ്കിൽ വാതിലുകൾ തുറന്നിടണം, ജനലുകൾ തുറന്നിടണം. പ്രകാശം കടന്നു വരുമ്പോ അന്ധകാരം വിട്ടുമാറിപ്പോകും. ദൈവം അവിടുത്തെ ആധിപത്യം സ്ഥാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അന്ധകാരത്തിന്റെ മേഖലകളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾ ആ ക്രിസ്മസിന്റെ ആ സന്തോഷത്തിലേക്ക്, പുൽക്കൂട്ടിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ അവിടെ അങ്ങയെ കണ്ടെത്തട്ടെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, പ്രകാശം കടന്നു വരട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.